ഇക്ക പറയണ്ട, ഇക്കയുടെ മുന്നിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാരെ ജഡ്ജ് ചെയ്യരുത്. ആളുടെ ബാഹ്യരൂപം കണ്ടിട്ട് അല്ല നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇക്ക നിൽക്കുന്ന പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ, അതായത് മീഡിയേറ്ററായിട്ട് നിന്നിരുന്നപ്പോൾ. അപ്പം ഇക്കേനെ പോലത്തെ ആൾക്കാരെയും ഈ ബിസിനസ് ചെയ്യുന്നവരും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇതിനെ കൊണ്ട് പറ്റുമോ എൻ്റെ ഇത്രയും വലിയ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട്? നിന്നെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇക്കയുടെ അടുത്തും തിരിച്ചും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. എത്ര സ്ഥലത്തുനിന്ന് നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളോടാണ് ഇപ്പോൾ ഈ പറയുന്നതെന്നൊക്കെ. പക്ഷേ അവിടെ നമ്മൾ വാക്കുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എറണാകുളത്തിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാം, കോഴിക്കോട് നിങ്ങൾക്ക് ദുബായിലേക്ക് എത്തിക്കാം. ഞാനിപ്പോൾ വാക്കുകൊണ്ട് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് ബുദ്ധി. മനസ്സിലായോ? അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നെടുമ്പാശ്ശേരിയൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു 100 ഏക്കർ എടുത്ത് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ കോഴിക്കോടത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് കച്ചവടം ചെയ്യുക, കേരളത്തിലിപ്പോൾ ഏതാണോ ഏറ്റവും വലിയ കച്ചവടം അതിലെൻ്റെ പങ്കുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ആ വലുതാക്കി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ പറയണം ഈ കച്ചവടം ആരാ ചെയ്തത്, അത് സുലൈമാനാണ്, അല്ലെങ്കിൽ കാരാടൻ ലാൻഡ്സാണ്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു നമ്മൾ. അതിന് എത്ര വർഷം എടുത്തു വെക്കാം? അതിന് കുറേ ടൈം എടുത്തു. സത്യം പറയണമെങ്കിൽ ഞാനൊരു വാശിണ്ടായിരുന്നു രമ്യ എനിക്കൊരാളോട്. അപ്പോൾ അയാൾ എന്നെ കൊച്ചാക്കി കണ്ടു. അപ്പോൾ ഞാൻ വർത്തമാനം കൊണ്ട് അയാളോട് പറഞ്ഞില്ല. ഞാനൊരു 8-9 മാസം കൊണ്ട് അയാൾക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ഞാൻ ഒരു സംഭവം, ഒരു സാധനം വിറ്റ് കാണിച്ചു കൊടുത്തു. വിറ്റിട്ട് പൈസയും കൊണ്ട് പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് അറിയോ? കച്ച കെട്ടി ഇറങ്ങി. ഇതെനിക്കൊരു വാശിയാണെന്ന്. കോയമ്പത്തൂരായിരുന്നു. അവിടെ പോയി നിന്ന് ഓരോരോ ലൈനിലും ഡോക്ടർമാർ, എടുക്കുന്ന ആൾക്കാർ, ഇൻട്രസ്റ്റിന് കൊടുക്കുന്ന ആൾക്കാർ, ആരാണിത് എടുക്കുക എന്ന് നോക്കിയിട്ട് ഞാൻ പഠിച്ചു അവിടെ ഇരുന്നിട്ട്. ഇന്നത്തെ ഒരു മുരളി ഹോട്ടൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ചെറിയൊരു പൈസക്കായിരുന്നു ഞാൻ എടുത്തത്. അന്ന് എനിക്ക് വയസ്സൊരു 25, 26, 27 ഉണ്ടാവുള്ളൂ. ഞാൻ എന്നിട്ട് പഠിച്ചിട്ട് ഞാനൊരു കടലാസിൽ എഴുതി വെക്കും, നാളെ ഇയാളത്ത് പോവാം. അപ്പോൾ അയാളുടെ ക്ലിനിക്കിലേക്ക് ഞാൻ കയറി ചെല്ലും. സാർ ഇന്ന സ്ഥലത്തൊരു സ്ഥലമുണ്ട്, സാറിനും ആണോ വെച്ച്. എന്തായാലും ഒരു 8 മാസം കൊണ്ട് ഞാനത് സക്സസ് ആക്കി. എന്നിട്ട് ആ പൈസ കൊണ്ടുപോകുമ്പോണ്ടല്ലോ, അവിടെ പൈസ ബ്രോക്കറേജ് കിട്ടിയതോ ഇതൊന്നുമല്ല എനിക്കൊരു സന്തോഷം തോന്നിയത്. ആ ഡീല് ഞാൻ നടത്തിയല്ലോ. നിനക്കത് കഴിയില്ല, നീ വെറുതെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ പ്രൂവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. അതിൽ ഞാൻ പിന്നെ ഇപ്പോൾ കുറേ വലിയ വലിയ ഡീലിൽ എൻ്റെ മുന്നിൽ, എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ മുന്നിലും അല്ലെങ്കിൽ എൻ്റെ അവരൊക്കെ മുന്നിൽ ഞാൻ വിറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു നമ്മളൊരു വാശി ഉണ്ടാവണം, നമ്മളെ മനസ്സിലൊരു വാശി ഉണ്ടാവണം നമുക്ക്. പിന്നെ അതാണ് ഒരു മെയിൻ ഒരു സംഭവം. നമ്മൾ ഇന്നത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചെയ്യാൻ കഴിയാത്തൊന്നുമില്ല. നമ്മൾ വിചാരിക്കണം, നമ്മൾ വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, വായ കൊണ്ട് പറഞ്ഞില്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ പരാജയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് രമ്യ, ഡിസിഷൻ തെറ്റും, എല്ലാവർക്കും തെറ്റും, എന്നും ഒരേമാതിരി ആവില്ല. ആദ്യകാലങ്ങളിലെ ആൾക്കാരൊന്നും ഇന്ന് പത്തി മടക്കിയിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അതേമാതിരി നമ്മളും ആവും. ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവർ പറക്കുന്ന കാലത്ത് പറക്കും, പക്ഷെ പറക്കുന്ന കാലത്ത് ഒരു ചിന്ത എപ്പോഴും താഴോട്ട് നല്ലതാണ്. അത് എല്ലാവരും ഇപ്പോൾ താഴോട്ടാണ്. അത് അന്നത്തെ കാലത്തെ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും, പ്രൊഡ്യൂസറാണെങ്കിലും, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും, കച്ചവടത്തിലാണെങ്കിലും എല്ലാം ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ മക്കളാൽ സുഖം കിട്ടില്ല. മക്കളിതൊന്നും എൻ്റെ മകൻ ഞാൻ ചെയ്യുന്നത് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. അവരുടെ ജീനും ഇതൊക്കെ വേറെ ആയിരിക്കും, വേറെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ദാനധർമ്മം ചെയ്യുന്ന മാതിരി ചിലപ്പോൾ എൻ്റെ മകൻ കൊടുത്തൊന്നും വരില്ല, എൻ്റെ മക്കൾ കൊടുത്തൊന്നും വരില്ല. രമ്യ മനസ്സിലായി? അപ്പം ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അപ്പോൾ ആ ഒരു സംഗതി ഇതിൽ ശരിക്ക് നമ്മളെപ്പോഴും താഴോട്ടൊന്നും നോക്കണത് നല്ലത്, എത്ര ഉയർത്തി പോവുകയാണെങ്കിലും. അതിപ്പോൾ നമ്മൾ ചില ആൾക്കാരിപ്പോൾ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും എല്ലാത്തിലും രമ്യക്കറിയാമല്ലോ, എല്ലാ മേഖലയിലും ഒരു താഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതെപ്പോഴും കാണുമ്പോൾ നമ്മൾ അത് ഓർക്കുന്നത് നല്ലതാണ്.
പക്ഷേ ഇക്ക അങ്ങനെ താഴാതിരിക്കാനായിട്ട് ഇക്കയുടെ ജേണി നോക്കിക്കഴിഞ്ഞാൽ ആ താഴ്ചയിൽ നിന്നും മേളിലേക്കാണ് ഗ്രാഫ് എന്നും വന്ന് നിൽക്കുന്നത്. ഒരിക്കലും അത് താഴത്തേക്ക് പോവാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇക്ക എപ്പോഴും ബോധത്തോടെയും മറ്റുള്ളവരുടെ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആ യാത്ര കണ്ടിട്ട് ആ മിസ്റ്റേക്കുകൾ തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇക്ക ഒരിക്കലും എൻ്റെ ഒരു യാത്ര താഴത്തേക്ക് പോവാതിരിക്കാനായിട്ട് മുറുകെ പിടിക്കുന്ന തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നും ഇക്കയുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വരാണ്ട് മനുഷ്യൻ ചെയ്ത എന്താ പറയുക പ്രവൃത്തിയുടെ സംഭവമാണോ എന്നോ അല്ലെങ്കിൽ വേറെന്തോ എന്നറിയില്ല, അല്ലെങ്കിൽ മുൻകാലത്തെ സംഭവം എന്നറിയില്ല. ഒരു ലെഫ്റ്റ് പോണത് റൈറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുണ്ടിലായിരിക്കും. എത്രയോ ബിൽഡിങ്ങുകൾ ആൾക്കാർ കേരളത്തിൽ നിങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്, പൂർത്തിയാക്കാൻ പറ്റാത്ത. എത്രയോ ആയിരക്കണക്കിന് ലാൻഡുകളിലെ ആൾക്കാരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചില ഫോണുകളൊക്കെ നമുക്ക് വരുമ്പോൾ അവരെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ അവർക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞത് നമ്മൾ കുതിച്ചുയരുക തന്നെയാണ്, പക്ഷേ എപ്പോഴും എന്തും ബന്ധങ്ങൾ നഷ്ടപ്പെടാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ബന്ധമുള്ള ആൾക്കാർ അന്ന് തെറ്റാം, വാക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡീലുണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് പുതിയ ജനറേഷൻ നോക്കിക്കാണണം. കാരണം ആദ്യകാലത്തുള്ള ആൾക്കാർക്ക് സംഭവിച്ച ജ്യേഷ്ഠന്മാർ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും പാർട്ട്ണർമാർ തമ്മിലാണെങ്കിലും ആ ഒരു ചേർച്ചില്ലായ്മ വരുമ്പോൾ പെട്ടെന്ന് പിരിയാം. ചേർച്ചയോടെ ആണെങ്കിൽ കുറേ കാലം മുന്നോട്ട് പോവാം. പിന്നെ ഒത്തൊരുമിച്ച് കൂടുന്ന കുടുംബങ്ങളായിരിക്കും. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ ആ കുട്ടികളൊക്കെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പം ഞാൻ താഴെ പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല, എപ്പോഴും എന്തും സംഭവിക്കാം ആയിരിക്കും. സംഭവിച്ചുകൊണ്ടേ കേരളം കണ്ടിട്ടേ ഉള്ളൂ. നമ്മൾ ചില ആൾക്കാരെയും കുടുംബത്തിനെയും നിങ്ങൾ ചില വ്യക്തികളെ എല്ലാം കണ്ടുള്ളൂ. എല്ലായ്പ്പോഴും എല്ലാം ഒരാൾക്കുണ്ടാവില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു മരുന്ന് ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ ഭാഗം എളിമത്തം. കയ്യിൽ സ്റ്റോക്ക് വെക്കുക, തീർന്നാൽ പമ്പ് ചെയ്ത് കയറ്റുക, എളിമയോടുകൂടി ജീവിക്കുക. പിന്നെ എളിമ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ കച്ചവടത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ടുപോകേണ്ടി വരും, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യേണ്ടി വരും, സൈക്കിൾമ പോകേണ്ടി വരും. അത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡ്രസ്സിങ് ചില സ്ഥലത്തേക്ക് നമ്മൾ രാവിലെ ഡ്രസ്സ് നടക്കുമ്പോഴിടണം, ഉച്ചയ്ക്കൊന്ന് മാറ്റും, വേറെ നാൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒന്ന് മാറ്റും. ഒരു മനുഷ്യൻ്റെ ഒരു അത്യാവശ്യ അതുമാതിരി നമ്മളെ റിയൽ എസ്റ്റേറ്റിൽ ചില ഡ്രസ്സുകളിലും വാഹനങ്ങളിലും ചില സ്ഥലത്ത് പോകേണ്ട രീതിയും ചിലതിന് നമ്മൾ എന്ത് ചെയ്യണം, പോയേ പറ്റൂ. ഒരു കാര്യം കൂടി ഞാൻ ഇത് കാണുന്ന കുട്ടികളോട് പറയാം. ചില ഡീലുകൾ സംസാരിക്കുമ്പോൾ ഒറ്റയടിക്ക് ഈ വാട്സപ്പ് കോളിലൊക്കെ ആണെങ്കിൽ അത് വേണ്ടാന്ന് പറയും. പക്ഷെ അത് നേരിട്ട് പോകുമ്പോൾ ഇതേമാതിരി കുറേ ഇപ്പോൾ രമ്യ ഞാൻ ഫോൺ ചെയ്തു, ഒരു ഡീല് സംസാരിച്ചു. രമ്യ, നിങ്ങൾ ഇന്ന സാധനം ഇൻവെസ്റ്റ് ചെയ്യാൻ, ഞങ്ങൾ ദുബായിലൊരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാൻഡ് എടുക്കണോ? ഇല്ല, എനിക്കിപ്പോൾ അപ്പോൾ നിങ്ങൾ വേറെ മൂഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒറ്റയടിക്കൊരു മറുപടി വരും, ഇപ്പോൾ വേണ്ട, സോറി ഇട്ട് പറഞ്ഞു, കഴിഞ്ഞു. പക്ഷെ അതേ സമയത്ത് രമ്യ ഇരിക്കുന്നത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ്. രമ്യ, എനിക്കൊരു ടൈം തരും, ഞാനൊന്ന് അഹമ്മദാബാദിൽ വരട്ടെ, ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ബോംബെ അഹമ്മദാബാദ്. രമ്യനെ കണ്ടു. രമ്യ, എന്തൊക്കെയാണ് വർത്താനം, സുഖമല്ലേ? എന്തേ വന്ന് നേരിട്ടിട്ട്? അല്ല, ആദ്യം കുടുംബകാര്യങ്ങളും ഇതൊക്കെ നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ രമ്യ നല്ല മൂഡിലായിരിക്കും. എന്നാൽ പിന്നെ നോക്കാം, ആ ബിസിനസ് നമുക്ക് ചെയ്യാട്ടോ എന്ന് രമ്യൻ്റെ അടുത്ത് ഒരു മറുപടി കിട്ടിയെന്ന് വരും. അപ്പോൾ ചില സ്ഥലത്തേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പോകണം. അവിടെ മടി കാണിക്കരുത്, അവിടെ എക്സ്പെൻസ് നോക്കരുത്, അവിടെ ടിക്കറ്റ് നോക്കരുത്. അവിടെ നേരിട്ടിട്ട് കച്ചവടം കിട്ടിയാൽ പിന്നെ ഈ ഒരു കാര്യം എന്താ വെച്ചാൽ പൈസ കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മളൊന്നും പണിയെടുക്കരുത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലാണ് നമ്മുടെ പൈസ വരുന്നത്.